വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഴുവാ മിസ് ആണ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ കൃത്യമായിട്ട് ഇപ്പൊ അറിയാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമ്മളുടെ ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടുകാർ ഉൾപ്പെടുത്തണം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ മഹാത്മാഗാന്ധിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഗാന്ധിജി എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗുജറാത്തിലുള്ള പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. 1869 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ഗാന്ധിജി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ ദിവസം നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? അഹിംസാ ദിനം അഥവാ നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടി UN ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നത്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. എന്ത് ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്? അദ്ദേഹം ഒരു വക്കീലായിരുന്നു അല്ലെ, ഒരു അഭിഭാഷകനായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രധാന ഭാഗം ചെലവഴിച്ചത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പിന്നീട് ഗാന്ധിജിക്ക് മനസ്സിലാവുകയും തന്റെ സേവനം ഇനി ഇന്ത്യയിലേക്ക് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1915 ജനുവരി 9-ാം തീയതിയാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പൊ 1915 ജനുവരി 9-ന് ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയത് കൊണ്ട് തന്നെ ജാനുവരി 9 എന്നുള്ള ദിവസത്തെ നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രവാസി ഭാരതീയ ദിനം. പിന്നീട് നോക്കിക്കേ, നിങ്ങളെ ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്ത്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറി. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ അല്ലെ സ്നേഹത്തോടെ എന്താ വിളിച്ചിരുന്നത്? ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം മുതൽ തുടങ്ങണം. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലുള്ള ചമ്പാരൻ ജില്ലയിലുള്ള നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 1920 നിസ്സഹകരണ സമരം, 1930 ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരവും ഒക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരെല്ലാവരും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ദ സ്റ്റോറി ഓഫ് എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നാണ്. ഗാന്ധിജിയുടെ പത്നിയുടെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? കസ്തൂർബ ഗാന്ധി എന്നാണ്. മാതാവിന്റെയും പിതാവിന്റെയും പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അച്ഛന്റെ പേര് അല്ലെ കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിഭായ് എന്നുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ദേശീയ നേതാവായിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീരമായിട്ട് അതിന് ഉത്തരം എഴുതുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരും മറക്കണ്ട, നന്നായിട്ട് പഠിച്ചോളൂ. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. മറ്റൊരു ദിവസം വീണ്ടും കാണാം. Until then, bye bye, see you.